7 മാസം മുൻപ് കരൾ രോഗബാധിതനായിരുന്ന ഭർത്താവ് അക്ഷതിൻ്റെ ആത്മഹത്യ. പിന്നീട് പറക്കമുറ്റാത്ത 3 കുരുന്നുകളെയുമായി ജീവിതത്തോട് മല്ലടിച്ച അശ്വതി എന്ന യുവതി. 14 വയസ്സുള്ള മകൻ്റെ രോഗവും ഭർത്തൃവീട്ടുകാരുടെ കുത്തുവാക്കുകളും അശ്വതിയെ മാനസികമായി തളർത്തി. അങ്ങനെ ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോൾ 3 കുഞ്ഞുങ്ങളെയും അമ്മയെയും കൂട്ടി ജീവനൊടുക്കാൻ അവൾ തീരുമാനിക്കുന്നു. തിരുവനന്തപുരം വെളുപ്പിൽശാല സ്വദേശിനി അശ്വതിയെയും അമ്മ ശ്രീകുമാരിയെയും മക്കളെയും കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയും മകളും ഒരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കൾ 3 പേരും പുത്തനുടുപ്പുകളും കണ്ണിൽ കൂളിംഗ് ഗ്ലാസും ധരിച്ച് കട്ടിലിൽ മരിച്ചു കിടക്കുന്നതുമായ കാഴ്ച ഏവരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. രണ്ടു മാസം മുൻപാണ് അശ്വതിയും മക്കളും അടങ്ങുന്ന കുടുംബം വടുതലയിൽ വീട് വാടകയ്ക്കെടുത്തത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൂത്ത മകൻ കാർണിവിന്റെ ചികിത്സാവശ്യവുമായി ബന്ധപ്പെട്ടെത്തിയതാണ്. വീട്ടുടമ ദുബായിലായിരുന്നു. 2 മാസമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായൊന്നും ബന്ധമുണ്ടായിരുന്നില്ല. ടാക്സിയിൽ പുറത്തേക്ക് പോകുന്നതും വരുന്നതും മാത്രമാണ് അയൽക്കാർ കണ്ടിട്ടുള്ളത്. 2 ദിവസമായി വീട്ടിൽ ആളനക്കം കാണാത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ സഹോദരന്റെ മകൻ വന്നു നോക്കിയപ്പോൾ വീടകത്തു നിന്നും പൂട്ടിയതായും എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നതായും കണ്ടു. കൈവശമുള്ള മറ്റൊരു താക്കോലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ മുറിയിൽ 2 സ്ത്രീകൾ തൂങ്ങി നിൽക്കുന്നു. ഉടൻ വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും മകളും ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കരൾ രോഗബാധിതനായിരുന്ന അശ്വതിയുടെ ഭർത്താവ് അക്ഷത് 7 മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഈ ആഘാതത്തിന് പിന്നാലെ ഭർത്തൃവീട്ടുകാരുമായി തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെന്ന് സൂചനയുണ്ട്. കുടുംബത്തിന്റെ കൂട്ടമരണം വടുതലയിലെ നാട്ടുകാരിലും ഇവരുടെ സ്വദേശമായ പൂവച്ചലിലും നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. അശ്വതി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പിൽ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അക്ഷതിന്റെ മരണത്തിന് കാരണം അശ്വതിയാണെന്ന തരത്തിൽ വിമർശനമുണ്ടായിരുന്നതായും ഭർത്താവിന്റെ വേർപാടും ഈ കുറ്റപ്പെടുത്തലുകളുമാകാം ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ഭർത്താവിന്റെ മരണവും പിന്നാലെയുണ്ടായ പ്രശ്നങ്ങളും ഇവരെ തളർത്തിയിരുന്നതായി വിവരമുണ്ട്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മരുന്നുകളും മറ്റും കണ്ടെത്തി. കുട്ടികൾക്ക് നൽകിയ പാനീയത്തിന്റെ അവശിഷ്ടങ്ങളും വീട്ടിൽ നിന്ന് ലഭിച്ചു. അശ്വതിയും മക്കളും ഭർത്താവ് അക്ഷതിന്റെ പൂവച്ചലിലുള്ള വീട്ടിലായിരുന്നു താമസം. അക്ഷത് കഴിഞ്ഞ ജൂലൈ 17 ആത്മഹത്യ ചെയ്തിരുന്നു. അശ്വതിയും ഭർത്താവുമായുള്ള അഭിപ്രായ വ്യത്യാസം കുടുംബ ബന്ധത്തെ ഉലച്ചിരുന്നതായി പറയുന്നു. അക്ഷതിന്റെ മരണശേഷം അശ്വതിയുടെ ഭർത്താവിന്റെ അമ്മ ഉഷയുമായി വസ്തു സംബന്ധിച്ച് തർക്കം നിലനിന്നിരുന്നു. അക്ഷതിന്റെ കാർ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ഉഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. മരിച്ച അശ്വതിക്ക് നാട്ടിൽ ആരോടും കാര്യമായ അടുപ്പമില്ല. 15 വർഷം മുൻപ് അശ്വതിയുടെ പേരിൽ വാങ്ങിയ വീടാണ് വെളുപ്പിൽശാലയിലുള്ളത്. ഈ വീട്ടിൽ സ്ഥിരമായി താമസിച്ചിരുന്നത് അശ്വതിയുടെ അമ്മ ശ്രീകുമാരിയാണ്. അച്ഛൻ കല്ലിയൂർ സ്വദേശി സുരേന്ദ്രൻ നായർ കുടുംബവുമായി അകന്നു കഴിയുകയാണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.